ഹലോ, ഇന്ന് നമുക്കൊരു മീൻ മുളകിട്ടത് പരിചയപ്പെടാം. ഞാൻ സാധാരണയായിട്ട് മുമ്പ് മീൻ മുളകിട്ടതൊക്കെ ഉണ്ടാക്കാറുള്ളത് വേറൊരു സ്റ്റൈലിലാണ്. എൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ എനിക്ക് ഈ ഒരു മെത്തേഡ് പറഞ്ഞു തന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ മീൻ മുളകിട്ടത് ട്രൈ ചെയ്തപ്പോൾ എനിക്ക് ഇഷ്ടാവുകയും ചെയ്തു. അപ്പോൾ നിങ്ങൾക്കും കൂടിയിട്ട് ഈ റെസിപ്പി ഞാൻ ഷെയർ ചെയ്യാമെന്ന് കരുതി. ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു മെത്തേഡ് തന്നെ ആയിരിക്കാം ഫോളോ ചെയ്യുന്നത്, എന്നാലും അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് കിടക്കാം. ഞാനിപ്പോൾ ഇവിടെ പ്രായി എന്ന് പറയുന്ന മീൻ 3/4 കിലോ കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ദശക്കട്ടിയുള്ള ഏത് മീനും നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡിൽ മുളകിടാനായിട്ട് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് 2 നല്ല പഴുത്ത തക്കാളി, വലിയ 2 തക്കാളി പഴുത്തത് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂണോളം ഇഞ്ചി ചെറുതാക്കി എരിഞ്ഞതുണ്ട്. കുറച്ച് ചെറിയുള്ളി ചെറുതാക്കി എരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത്രയാണ് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ളത്. തക്കാളി എടുക്കുന്നത് നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കണം. അടുത്തതായിട്ട് ഇതുപോലെ ഒരു മൺചട്ടി വെച്ച് കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ചൂട് കെട്ടിയുള്ള ഒരു പാത്രം വെച്ച് കൊടുക്കുക. ചൂട് കെട്ടിയുള്ള പാത്രം നിർബന്ധമാണ് കേട്ടോ നമുക്ക് ഈ ഒരു മെത്തേഡിൽ മുളകിടാനായിട്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി, ഇഞ്ചി, ചെറിയുള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് എണ്ണയില്ലാതെയാണ് നമ്മളിത് വഴറ്റിയെടുക്കേണ്ടത്. എണ്ണ ചേർക്കാൻ പാടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തക്കാളി നല്ല പഴുത്തത് എടുക്കണമെന്ന്. കുറച്ച് കറിവേപ്പില കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതിനെ ഈ തക്കാളി ആദ്യം നന്നായിട്ട് വാട്ടി നമുക്കിങ്ങനെ മൊരിയിച്ച് വഴറ്റിയെടുക്കണം. കാരണം നമുക്ക് ചൂടുകട്ടിയുള്ള പാത്രമാണെങ്കിൽ മാത്രമേ നമുക്ക് തക്കാളി എണ്ണയില്ലാതെ ഇതുപോലെ നന്നായിട്ട് വഴറ്റിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഈ സമയം ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയ നാരങ്ങ വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്. നമ്മൾ എടുക്കുന്ന മീനിൻ്റെ അളവനുസരിച്ച് പുളിയുടെ അളവിലും വ്യത്യാസം വരുത്തണം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ പുളി ഒന്ന് നന്നായിട്ട് നമ്മുടെ കോൽപ്പുളി ഉണ്ടല്ല, പിഴുപുളിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് പിഴിഞ്ഞ് നമുക്ക് ഈ പുളിവെള്ളം എടുക്കണം. ഇനി ഈ പുളിവെള്ളത്തിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂണോളം ഉലുവ വറുത്ത് പൊടിച്ചത്, നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി. ഞാനിപ്പോൾ ഇവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്, സാധാരണ മുളക് പൊടി അല്ല കേട്ടോ ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാതും കൂടിയിട്ട് ഈ പുളിവെള്ളത്തിലൊന്ന് നന്നായിട്ടൊന്ന് കലക്കിയെടുത്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ അതെ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. തക്കാളി നന്നായി ഇങ്ങനെ പേസ്റ്റായി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെയിം ഒന്ന് കൂട്ടിയിടണം. ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് നമ്മളിതുപോലെ ഒന്നും കൂടി ഒന്ന് ഇളക്കണം. അപ്പോഴാണ് നമ്മുടെ ആ ഒരു തക്കാളി ചുട്ടെടുത്ത ആ ഒരു ടേസ്റ്റിലേക്ക് വരികയുള്ളൂ. അതുകൊണ്ടാണ് എണ്ണ ചേർത്താൽ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അതെ, അപ്പം കുറച്ച് നേരം കൂടി ഞാനിതൊന്ന് നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ല ഒരു മൊരിഞ്ഞ ഒരു മണം വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ പുളിയിൽ മസാലയൊക്കെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ പുളിവെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തു. കുറച്ച് വെള്ളം കൂടി ഞാനിതിലേക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് നന്നായിട്ട് ഇതൊക്കെ കൂടി ഒന്ന് നന്നായി മിക്സാക്കുക. നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടിയിടാം. ഈ സമയത്ത് തന്നെ നമുക്ക് ഗ്രേവിക്ക് എന്തോരാണ് വെള്ളം ആവശ്യമുള്ളത് അത്രയും വെള്ളം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് ഇതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് നമുക്ക് തിളപ്പിക്കാം. നന്നായി തിളച്ച് വന്ന് കഴിഞ്ഞാൽ നമ്മൾ മൂടി വെക്കണം. മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടി നമ്മളിതിനൊന്ന് തിളപ്പിച്ചാലാണ് നമ്മൾ ആ ചേർത്തിട്ടുള്ള പുളിയും ഒന്ന് നന്നായി കുക്കാവും, മസാലപ്പൊടികളൊക്കെ ഒന്ന് കുക്കാവുള്ളൂ. അപ്പോൾ ഒരു 5 മിനിറ്റ് ഞാനൊന്ന് നന്നായിട്ട് തിളപ്പിച്ചു. എന്നിട്ട് ഞാൻ ഇപ്പം മൂടി തുറന്ന് കാണിച്ചു തരാം കേട്ടോ. ഇപ്പം ഒന്ന് ആ ഒരു ഗ്രേവിയൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് നമുക്ക് ഉപ്പൊക്കെ കുറവുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് നോക്കാം. എന്നിട്ട് നമ്മൾ മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മീനൊന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഞാൻ ചുറ്റിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് വീണ്ടും നമ്മൾ ഒരു 10 മിനിറ്റും കൂടി കുക്ക് ചെയ്യണം. അപ്പോഴാണ് നമ്മുടെ ഫിഷൊക്കെ നന്നായിട്ട് കുക്കാവുള്ളൂ. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മൂടി തുറന്ന് നോക്കാം. നമ്മുടെ മീനൊക്കെ നന്നായി കുക്കായി ഗ്രേവിയൊക്കെ നല്ല പാകമായിട്ട് വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ഞാൻ ഇതുപോലെ ഒന്ന് മൂടി തുറന്ന് ചുറ്റിച്ച് കൊടുത്തിരുന്നു കേട്ടോ. മീൻ ഇട്ട് കഴിഞ്ഞാൽ കയ്യിലിട്ട് ഇളക്കരുത്, ഇതുപോലെ നമ്മളൊന്ന് ചുറ്റിച്ച് കൊടുക്കാനേ പാടുള്ളൂ. ഇതിലേക്ക് നമുക്ക് വറവിടണം. അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. സാധാരണ നമ്മൾ മീൻ ചിലപ്പോൾ ഇതിലേക്ക് ഇതുപോലെ വറവിടുമ്പോൾ വെളിച്ചെണ്ണ കൂടുതൽ ചേർക്കും. കാരണം നമ്മൾ വെളിച്ചെണ്ണ കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു തക്കാളിയുടെ ടേസ്റ്റ് പോകും. അതിലേക്ക് നമുക്ക് ചെറിയുള്ളി ഇട്ട് കൊടുത്തൊന്ന് നന്നായിട്ട് മൂത്ത് വന്ന് കഴിയുമ്പോൾ കുറച്ച് ഉണക്കമുളകും 2-3 ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തൊന്ന് നന്നായിട്ട് മൂപ്പിച്ചിട്ട് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ അധികം ഉപയോഗിക്കരുത് കേട്ടോ ഇതിലേക്ക്.
അപ്പോൾ നമ്മുടെ ഒരു സ്വാദിഷ്ടമായിട്ടുള്ള മീൻ മുളകിട്ടത് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത ആ തക്കാളി നമ്മൾ എണ്ണയില്ലാതെ വഴറ്റിയെടുക്കുന്നതാണ്. ആ ഒരു തക്കാളിയുടെ ടേസ്റ്റ് തന്നെയാണ് ഇത് ഈ ഒരു കറിയിലേക്ക് കിട്ടുന്നത്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം. ഈ ഒരു സ്റ്റൈൽ നമ്മൾ മീനൊക്കെ എല്ലാ ദിവസവും കറി വെക്കുന്നതല്ല, അപ്പോൾ ഇടയ്ക്കൊന്ന് ഈ ഒരു സ്റ്റൈലിലൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക് യു സോ മച്ച്.